ഞാൻ ശശിധരൻ കോഴിമല. ഈ ഭൂമി പ്രപഞ്ചത്തിലെ ഏക സ്വർഗമാണ്. പ്രപഞ്ചത്തിൽ എവിടെ പോയാലും ഇത്രയും സുഖസൗകര്യങ്ങൾ ഒരു മനുഷ്യനും കിട്ടുകയില്ല. എന്നാൽ ഈ ഭൂമി സ്വർഗമാണെങ്കിൽ തന്നെയും കുറേ ചെകുത്താന്മാർ അവിടെ പാവങ്ങൾക്ക് തിന്നാനുള്ള പൈസയെല്ലാം അടിച്ചു മാറ്റി വ്യാജമാർഗേണ കോടികളുണ്ടാക്കി ഇവിടെ നരകം സൃഷ്ടിക്കുന്നുണ്ട്. അതാരൊക്കെയാണെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അനർഹമായിട്ട്, അതായത് ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരുന്നവനൊക്കെ ഇപ്പോൾ കോടികളുടെ അധിപന്മാരാ. ബംഗ്ലാവ്, കാറ്, എസ്റ്റേറ്റ്, ബാറ്. എവിടുന്നുണ്ടായി? ചൂഷണം ചെയ്യാതെ ഇതൊക്കെ ഉണ്ടാകുമോ? അധർമ്മം കാണിക്കാതെ ഇതൊക്കെ ഉണ്ടാക്കുമോ? എന്നാൽ ഇവിടെ കുറേ സത്യസന്ധരായ മനുഷ്യരുണ്ട്. അതിരാവിലെ ഉണരുകയും സൂര്യൻ അസ്തമിക്കുന്നത് വരെ അധ്വാനിക്കുകയും കുടുംബം പോറ്റാൻ ധാരാളം കഷ്ടപ്പെടുകയും ചെയ്യുന്നു. അവരെ പറഞ്ഞു പറ്റിച്ച്, ചതിച്ച്, വഞ്ചിച്ച്, തമ്മിലടിപ്പിച്ച് കോടികളുണ്ടാക്കാൻ PhD എടുത്തവരുണ്ട്. PhD. ഇവരുടെ ഒരു പ്രസംഗമൊക്കെ ഒന്ന് കേൾക്കണം. അങ്ങോട്ട് പൊതുവേദിയിൽ നിന്നാൽ ഭൂമി ഉണ്ടായ ചരിത്രം മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം ഇവർ വിളമ്പും. എന്തിനാണെന്നറിയാമോ? ഇവർ ചെയ്ത അധർമ്മമെല്ലാം മൂടി വെക്കാൻ. അതിന് കുറേ സ്തുതിപാഠകരും കുറേ ഞരമ്പ് രോഗികളും കുറേ ഗുണ്ടകളും. ഇതൊക്കെ ഏതാണ്ട് വലിയ മഹിമയാണെന്നാണ് ഇവന്മാരുടെ തോന്നൽ. എടാ, ഇതൊന്നും മഹിമയല്ല. ഇതിനൊക്കെ നീയും നിൻ്റെ അനന്തര തലമുറയും ശിക്ഷ മേടിക്കും. നിൻ്റെ വീട്ടിൽ ശാന്തിയും സമാധാനവും ഇല്ലാതെ അലയും. നിൻ്റെ അനന്തര തലമുറ സന്തോഷത്തിന് വേണ്ടി നാട് നീളെ തെണ്ടും. അതുകൊണ്ട് നീ കാണിക്കുന്നത് വലിയ മഹിമയും, നിനക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, കഴിവുള്ളൂ, സമ്പത്ത് അടിച്ചു മാറ്റാൻ അറിയത്തുള്ളൂ, നിൻ്റെ ഇസമാണ് വലിയ ഇസം. ഇതൊക്കെ നിന്നെ വിളിക്കേണ്ട ഒരു പേരുണ്ട്. നിന്നെയൊക്കെ വിളിക്കേണ്ട ഒരു പേരുണ്ട്. രാക്ഷസന്മാർ, വിഡ്ഢികൾ, അറിവില്ലാത്തവർ, അജ്ഞർ, തോന്നിയവാസക്കാർ, ചതിയന്മാർ, വഞ്ചകർ, ചൂഷണക്കാർ, പീഡന വീരന്മാർ. ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. നിനക്ക് പര്യായപദം ഞാനിട്ടതല്ല. കേരളത്തിലെ അന്തസ്സുള്ള ഓരോ പൗരനും നിനക്കിട്ട പേരാ. ജനങ്ങളെ, ആർക്കും ആരെയും ദീർഘനാൾ ചൂഷണം ചെയ്യാൻ പറ്റത്തില്ല, അറിയാമോ? ഏതിനും ഒരു അന്ത്യമുണ്ട്. കാർമേഘത്തിന് സൂര്യനെ എത്ര നാൾ മറയ്ക്കാൻ പറ്റും? നീയൊക്കെ വരും കാർമേഘമാടാ, കാർമേഘം. നീയൊക്കെ സൂര്യനെ ഒന്ന് മറച്ചെന്ന് വിചാരിച്ച് സൂര്യനൊന്നും പിന്നെ അങ്ങനെ മറയത്തില്ല. നല്ലൊരു കാറ്റടിക്കുമ്പോൾ നീയൊക്കെ മാറും. കേരളത്തിലെ ജനങ്ങളെ അധികം നാൾ ചതിക്കാനും പറ്റിക്കാനും ചൂഷണം ചെയ്യാനും പറ്റത്തില്ല. ഓർമ്മയിരിക്കട്ടെ. ഇനിയും തുടരും.